മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ 90-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ആ ശ്ലോകം: അണു ബൃഹത് കൃശസ്ഥൂലോ ഗുണഭൃൻ നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന. ആദ്യത്തെ നാമം അണുഹു എന്ന്. സൗക്ഷ്മ്യ അതിശയശാലിത്വാദ് അണുഹു എന്ന്. ഭഗവാൻ അണു ആണ് എന്ന് പറയുമ്പോൾ സൂക്ഷ്മത കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കില്ല, കേൾക്കാൻ സാധിക്കില്ല, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതീതനാണ്. അങ്ങനെ ആ സൗക്ഷ്മ്യം ഉള്ളത് കൊണ്ട്, അല്ലാതെ കൊണ്ട് വലിപ്പല്യായ എന്നല്ല അവിടെ അണു എന്നുള്ളതിൻ്റെ അർത്ഥം. മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള പ്രയാസം വളരെ സൂക്ഷ്മമായിട്ട് വർത്തിക്കുന്നത് കൊണ്ട് ഭഗവാൻ അണുവാണ് എന്നാണ്. സൗക്ഷ്മ്യ അതിശയാത്, സൂക്ഷ്മത, കാണാനും കേൾക്കാനും ഒന്നും വയ്യാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഭഗവാനുള്ളത്, ഒരു സ്വരൂപമാണ് ഭഗവാനുള്ളത് എന്നുള്ളത് കൊണ്ട് അണു എന്ന്. സൗക്ഷ്മ്യാതിശയ ശാലിത്വാത്, സൂക്ഷ്മാതിശയം ഉള്ളത് കൊണ്ട് അണു എന്ന്. ഏഷോണു ആത്മാ ചേതസാ വേദിതവ്യ, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ സാധിക്കില്ല, ബുദ്ധി കൊണ്ട് തന്നെ അറിയാൻ പറ്റൂ എന്നുള്ള വേദവാക്യം അതിന് പ്രമാണമായിട്ടുമുണ്ട്. അണുഹു എന്ന ഭഗവാന്റെ നാമധേയം. ഇനി അണുഹു ബൃഹത് എന്ന് അടുത്ത് തന്നെ പറഞ്ഞു. ബൃഹത്ത് എന്ന് അണുവിന് നേരെ വിപരീതമായിട്ടുള്ളൊരു നാമമാണ് ബൃഹത്ത് എന്ന് പറയുമ്പോൾ, അല്ലേ? ബൃഹത്ത് എന്ന് വെച്ചാൽ വളരെ വലുത് എന്നർത്ഥം. വളരെ വലുത് എന്നും മാത്രമല്ല, അത് ബൃംഹണാത്, വർദ്ധിക്കും ചെയ്യണു. ആ പ്രപഞ്ചരൂപേണ വർദ്ധിക്കും ചെയ്യണു ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ബൃഹത്ത് എന്ന്. ഭഗവാൻ തന്നെ പരമാത്മാവ് എന്നത് തന്നെ വളരെ ബൃഹത്താണ്. അതായത് സർവത്ര വ്യാപിച്ച് നിൽക്കുന്നതാണ്. എവിടെയും അദ്ദേഹം ഇല്ലാത്തതായിട്ട്, പരമാത്മാവ് ഇല്ലാത്തതായിട്ടുള്ള ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ഭഗവാൻ വ്യാപിച്ച് നിൽക്കുന്നതായതുകൊണ്ട് ബൃഹത്ത് എന്നുള്ളതായിട്ടുള്ള നാമം. ബൃഹത്വാദ്, ബൃംഹണത്വാദ് ച അണു ബൃഹത്ത് എന്നാണ് വ്യാഖ്യാനം പറയണത്. ബൃഹത്വം കൊണ്ട്, അതായത് വലിയതാണ് എന്നുള്ളത് കൊണ്ട്, ഏറ്റവും സർവത്ര വ്യാപിച്ച് നിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ബൃഹത്താണ്. ഇനി ബൃംഹണത്വം ഹേതുവായിട്ടും ബൃഹത്താണ്, അതായത് പ്രപഞ്ചരൂപേണ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടും ആ പ്രപഞ്ചരൂപേണ വിസ്തൃതമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും ഭഗവാൻ ബൃഹത്ത് എന്നുള്ളതായിട്ടുള്ള നാമത്തിന് അർഹനാണ് എന്നാണ്. അപ്പോൾ ബൃഹത്ത് എന്നുള്ളതിന് ബൃഹത്വം കൊണ്ടും വലിയതാണ് എന്നുള്ളത് കൊണ്ടും വ്യാപ്തി ഉള്ളത് കൊണ്ടും ബൃംഹണം കൊണ്ടും വളരുന്നതാണ്, പ്രപഞ്ചരൂപേണ വളരുന്നു എന്നുള്ളത് കൊണ്ടും ബൃഹത്ത് എന്നുള്ളതായിട്ടുള്ള നാമധേയം. ഇനി കൃശഹ, അസ്ഥൂലം എന്നൊക്കെ പറയേണ്ടതും ഈ കൃശഹ എന്നുള്ളത് അണു എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് ഏകദേശം വരിക. അതായത് കാണാനായിട്ട് സാധിക്കില്ല, ഭഗവാനെ കാണാനും കേൾക്കാനും ഒന്നും സാധിക്കാത്തത് കൊണ്ട് കൃശഹ, വളരെ ചെറുതാണ് എന്നുള്ളതായിട്ടുള്ള വലിപ്പം ഇല്ലാത്തത് കൊണ്ട് കൃശഹ എന്നുള്ളതായ നാമധേയം. ഇനി അതിൻ്റെ വിപരീതമായിട്ട് സ്ഥൂലഹ എന്നുണ്ട്. സ്ഥൗല്യം ഭഗവാനുണ്ട്. എങ്ങനെയാണ്? പ്രപഞ്ചരൂപേണ സ്ഥൂലത ഉള്ളത് കൊണ്ട് സ്ഥൂലഹ എന്ന്. രണ്ടും ആ അണുഹു ബൃഹത് എന്നുള്ളതായിട്ടുള്ള രണ്ട് നാമങ്ങൾ അത് വിപരീതമായിട്ടുള്ള അർത്ഥങ്ങളെ പറയുന്നതാണ്. ഒന്ന് വളരെ ചെറുതായിട്ടുള്ളത് എന്ന് വെച്ചാൽ ചെറുത് എന്നുള്ളതല്ല അവിടെ ഉദ്ദേശം, സൂക്ഷ്മമായിട്ടുള്ളത്, അറിയാൻ പ്രയാസമായിട്ടുള്ളത് എന്നുള്ളതാണ്. ബൃഹത് അതിൻ്റെ വിപരീതമായിട്ട് ബൃഹത്ത് എന്ന് പറഞ്ഞു. ബൃഹത്ത് എന്ന് പറയുമ്പോൾ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതാണ്, ഏറ്റവും വലിയതായിട്ടുള്ള രൂപത്തോടു കൂടിയതാണ്, അതും പ്രപഞ്ചരൂപേണ വർദ്ധിക്കുന്നതും ആണ് എന്നുള്ളത് കൊണ്ട് ബൃംഹണത്വം കൊണ്ടും ബൃഹത്ത് എന്നുള്ളതായ നാമധേയം വന്നു എന്ന് പറഞ്ഞു. അതേമാതിരി കൃശഹ എന്നുള്ളത് അസ്ഥൂലം എന്നൊക്കെ ഭഗവാനെ പറ്റിയിട്ട് വേദത്തിൽ തന്നെ പറയുന്നത് കൊണ്ട് കൃശനാണ്. അത് ഈ അണു എന്നുള്ളതായിട്ടുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് വരണത്. എന്താ വെച്ചാൽ ഭഗവാനെ അറിയാൻ സാധിക്കണില്ല, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രൂപത്തിലാണ് ഭഗവാൻ വർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൃശഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം. ഇനി സ്ഥൂലഹ എന്നുള്ളത് അതിൻ്റെ വിപരീതമായിട്ട് നമുക്ക് തോന്നുന്നതായിട്ടുള്ള ഒരു നാമധേയമാണ്. സ്ഥൗല്യം, പ്രപഞ്ചരൂപേണ ഉള്ളതായിട്ടുള്ള സ്ഥൗല്യം, അതല്ലെങ്കിൽ ഭഗവാന്റെ പരമാത്മാവ് എന്നുള്ള നിലയിൽ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും സ്ഥൂലനാണ്.
ഭഗവാൻ എന്ന്. എല്ലാവരുടെയും ആത്മാവിൽ നിൽക്കുന്നതായതുകൊണ്ട് സർവത്ര വ്യാപിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് സ്ഥൂലഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം. ഇനി ഗുണഭൃത് എന്നാണ് അടുത്ത നാമധേയം. ഗുണഭൃത്ത്, ഗുണങ്ങളെ വഹിക്കുന്നവൻ, ഭരിക്കുന്നവൻ, അതായത് ഗുണങ്ങളോട് കൂടിയവൻ. ഏതാണ് ഗുണങ്ങൾ? ത്രിഗുണങ്ങൾ. ത്രിഗുണങ്ങളോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾക്ക് ഭഗവാൻ ത്രിഗുണങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതല്ല, ഭഗവാൻ ത്രിഗുണങ്ങളുടെ അധിഷ്ഠാനമായിട്ട് വർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ത്രിഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അതിന് അധിഷ്ഠാനമായിട്ട് പ്രകൃതിയിൽ ചലനമുണ്ടാക്കിയിട്ട് ഈ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് ഭഗവാൻ അധിഷ്ഠാനമായിട്ട് വർത്തിക്കുന്നു. എന്തുകൊണ്ട്? ഭഗവാന് ഗുണഭൃത് എന്നുള്ളതായിട്ടുള്ള നാമധേയം. ഗുണങ്ങളെ ഭരിക്കുന്നവൻ, ത്രിഗുണങ്ങളെ ഭരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. സത്വരജസ്തമസാം സൃഷ്ടി സ്ഥിതി ലയകർമ്മസു അധിഷ്ഠാതൃത്വാത് ഗുണഭൃത്. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് ആ സൃഷ്ടി സ്ഥിതി ലയം എന്നീ പ്രവൃത്തികളിൽ, അതായത് ത്രിഗുണങ്ങൾക്ക് ത്രിഗുണങ്ങളെ കൊണ്ടാണ് ഈ മൂന്നും ഉണ്ടാവുന്നത്. സൃഷ്ടി സ്ഥിതിയും സംഹാരവും ഒക്കെ ഉണ്ടാവുന്നത് ത്രിഗുണങ്ങളെ കൊണ്ടാണ്. അപ്പം അതിന് അധിഷ്ഠാതാവായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു. കേവലം സാക്ഷിരൂപേണ ഭഗവാൻ വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗുണഭൃത് എന്നുള്ളതായിട്ടുള്ള നാമധേയം. ഇനി നിർഗുണ. ഗുണഭൃത് എന്ന് പറയുമ്പോൾ ഗുണങ്ങളെ ഭരിക്കുന്നവൻ, ഗുണങ്ങൾക്ക് അധിഷ്ഠാനമായിട്ട് നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം പറയുന്നത്. ഈ അടുത്ത് തന്നെ പറയുന്നത് നിർഗുണ എന്ന്. ഗുണരഹിതനായിട്ടുള്ളവൻ, വാസ്തവത്തിൽ ശുദ്ധമായിട്ടുള്ള ആ ബ്രഹ്മാവിന്, ആ പരമാത്മാവിന് ത്രിഗുണങ്ങളൊന്നുമില്ല എന്നതുകൊണ്ട് നിർഗുണ. മറ്റത് ത്രിഗുണങ്ങളുടെ വ്യാപാരത്തിന് ഭഗവാൻ അധിഷ്ഠാനമായിട്ട് നിൽക്കുന്നു. അവിടെ ഒരു കേവലം സാക്ഷി ആയിട്ടേ ഭഗവാൻ നിൽക്കുന്നുള്ളൂ, അല്ലാണ്ട് ത്രിഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിർഗുണ എന്ന നാമധേയം. നിർഗുണ വസ്തുതഃ ഗുണ അഭാവാത്. വാസ്തവത്തിൽ ഗുണങ്ങളൊന്നും ഇല്ല, ഗുണങ്ങളുടെ അധിഷ്ഠാതാവായിട്ട് വർത്തിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ ഗുണങ്ങൾ ഇല്ല എന്നതുകൊണ്ട് ഭഗവാൻ നിർഗുണ എന്നുള്ളതായിട്ടുള്ള നാമധേയം. അടുത്തത് മഹാൻ എന്ന്. അതായത് മഹത്തായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വലിപ്പം കൊണ്ടുള്ളതായിട്ടുള്ള മഹത്വം അല്ല അവിടെ ഉദ്ദേശിക്കണത്. ശബ്ദാദി ഗുണരഹിതത്വാത്. ശബ്ദാദികളായിട്ടുള്ള ഗുണങ്ങളൊന്നുമില്ല ഭഗവാന്. ശബ്ദം, സ്പർശം, രസം, ഗന്ധം ഈ ഗുണങ്ങളൊന്നുമില്ല. സ്പർശാദി അല്ല, ശബ്ദാദി ഗുണങ്ങൾ ഇല്ല. ശബ്ദാദി ഗുണരഹിതത്വാത്. ശബ്ദാദികളായിട്ടുള്ള ഗുണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നിരതിശയ സൂക്ഷ്മത്വാത്. അതിശയകരമായിട്ടുള്ള ആ സൂക്ഷ്മത്വം, അതായത് ഭഗവാനെ അറിയാൻ തന്നെ പ്രയാസമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ അതിശയകരമായിട്ടുള്ള സൂക്ഷ്മത്വം ഉള്ളതുകൊണ്ടും നിത്യനും ശുദ്ധനും സർവകനും ആകയാൽ, നിത്യനും ശുദ്ധനും സർവകൻ ചൽ വിഭുവൻ, സർവത്ര വ്യാപിച്ചു നിൽക്കുന്നവൻ എന്ന് തന്നെ അർത്ഥം. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മഹാൻ, മഹത്വം എന്നുള്ളത് വലിപ്പം കൊണ്ടുള്ളതായിട്ടുള്ള മഹത്വം അല്ല, അവിടെ മഹത്വം എന്നുള്ളതായിട്ടുള്ള ആ ആശയമാണ് മഹാൻ എന്നുള്ളതിന് എന്ന നാമം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഇനി അധൃത. പൃഥിവ്യാദികളെ ധരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ആ പൃഥിവി തുടങ്ങിയതായിട്ടുള്ള എല്ലാ ഭൂതങ്ങളെയും ധരിക്കുന്നത് ഭഗവാൻ ധരിക്കുന്നു എന്നതുകൊണ്ട് പൃഥ്വിവാദികളെ മാത്രമല്ല പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ്വതിനെയും ഭഗവാൻ തന്നെയാണ് ഭരിക്കുന്നത്. അങ്ങനെ സ്വതേ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള വസ്തുക്കളെ ധരിക്കുന്നതായിട്ട് ഭൂമി തുടങ്ങിയവയാണ് ആ വാസ്തവത്തിൽ ധരിക്കുന്നത്. അവയെ കൂടി ധരിക്കുന്നതാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് സുധൃത എന്നുള്ളതായിട്ടുള്ള അല്ല, അവയെ കൂടി ധരിക്കുന്നതാണ്. പക്ഷേ ഭഗവാനെ വേറെ ആരും ധരിക്കുന്നില്ല. ഭഗവാനെ ആധാരമായിട്ട് വേറെ ആരുമില്ല. ഭഗവാൻ എല്ലാറ്റിനും ആധാരമായിട്ട് ഭഗവാൻ എല്ലാറ്റിനെയും ധരിക്കുന്നു. പക്ഷേ ഭഗവാന് ആധാരമായിട്ട് ആരുമില്ലാത്തത് കൊണ്ട് അധൃത എന്നുള്ളതായിട്ടുള്ള നാമധേയം. ധരിക്കപ്പെടാത്തവൻ, അതായത് ഭഗവാനെ ആരും ധരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭഗവാൻ എല്ലാറ്റിനെയും ധരിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ ആരെയും ധരിക്കുന്നില്ല എന്നതുകൊണ്ട് അധൃത എന്നുള്ളതായ നാമധേയം. ഇനി സ്വധൃത. സുധൃത എന്നല്ല, സ്വധൃത, തന്നാൽ തന്നെ ധരിക്കപ്പെടുന്നവൻ. ഭഗവാൻ തന്നെയാണ് ഭഗവാനെ ധരിക്കുന്നത്, വേറെ ആരുമില്ല.
എന്നതുകൊണ്ട് സ്വധൃത, സ്വയം ധരിക്കപ്പെടുന്നവൻ. ഭഗവാനെ തന്നെ ധരിക്കുന്നു എന്നതുകൊണ്ട് സ്വധൃത, സ്വയം ധരിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സ്വധൃത എന്ന നാമധേയം. അടുത്തത് സ്വാസ്യ, ശോഭനമായിട്ടുള്ള സു ആയിട്ടുള്ള ഹാസ്യത്തോടു കൂടിയവൻ. സു എന്ന് വെച്ചാൽ ശോഭനം, മനോഹരം എന്നൊക്കെ അർത്ഥം. അപ്പോൾ മനോഹരമായിട്ടുള്ള ഹാസ്യത്തോട് മുഖത്തോടു കൂടിയവൻ സ്വാസ്യ എന്ന്. ഇനി അതല്ലെങ്കിൽ വേദങ്ങളൊക്കെ ഭഗവാന്റെ മുഖത്തു നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്, ബ്രഹ്മാവിനും കൂടി അതൊക്കെ കിട്ടിയിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെയാണ് എന്നതുകൊണ്ട് ഭഗവാന് ആ ശോഭനമായ ഹാസ്യം വായ എന്നുള്ള അർത്ഥമാണ് അവിടെ. ഹാസ്യം ഉള്ളതുകൊണ്ട് ഈ വേദങ്ങൾക്കൊക്കെ സ്ഥാനമായിട്ടുള്ള, ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള ശോഭനമായിട്ടുള്ള ഹാസ്യം ഭഗവാനുള്ളത് കൊണ്ട് സ്വാസ്യ എന്ന നാമധേയം എന്ന്. സുഹൃത അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള മുഖത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥം കൊടുക്കാം. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം ആയിട്ടുള്ളതായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള മുഖം ആണ് ഭഗവാനുള്ളത് എന്നതുകൊണ്ട് സ്വാസ്യ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന്. അടുത്തത് പ്രാഗ്വംശ. പ്രാഗ്വംശ എല്ലാ വംശങ്ങളും പിന്നീടുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ വംശങ്ങളുടെയും ഉൽപ്പത്തിക്ക് ഏറെ മുമ്പ് തന്നെ ഭഗവാന്റെ വംശം എന്നുള്ളത് അത് ഇതിനേക്കാളൊക്കെ മുമ്പേ ഉള്ളതാണ്. ഏത് പ്രപഞ്ചം എന്നുള്ളതായിട്ടുള്ള അതാണ് ഭഗവാന്റെ വംശം. ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള പ്രപഞ്ചമാണ് ഭഗവാന്റെ വംശം. ആ വംശം എന്നുള്ളത് ബാക്കി എല്ലാറ്റിനും മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് പ്രാഗ്വംശ എന്നുള്ളതായിട്ടുള്ള പ്രാക്കായിട്ടുള്ള വംശത്തോടു കൂടിയവൻ. പ്രാക് എന്ന് പറഞ്ഞാൽ മുൻപ് തന്നെ വർത്തിക്കുന്നതായിട്ടുള്ള, മറ്റെല്ലാ വംശങ്ങളെക്കാട്ടിലും മുൻപായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആ വംശം ഭഗവാന്റെ വംശം എന്ന് പറയുന്നത്. അവിടെ പ്രപഞ്ചമാണ് ഭഗവാന്റെ വംശം. അപ്പോൾ ഭഗവാനിൽ നിന്നുണ്ടാവണത് സൂര്യവംശം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള വംശം. അമാരെ ഭഗവാന്റെ വംശം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്നുണ്ടായതായിട്ടുള്ള വംശം പ്രപഞ്ചം. ആ പ്രപഞ്ചം എല്ലാറ്റിനേക്കാൾ മുമ്പ് ഉണ്ടായതാണ് എന്നുള്ളത് കൊണ്ട് പ്രാഗ്വംശ എന്ന് ഭഗവാന് നാമധേയം. ഇനി വംശവർദ്ധന, തൻ്റെ വംശത്തെ വർദ്ധിപ്പിക്കുന്നു. പ്രപഞ്ചം എന്നുള്ളതായിട്ടുള്ള തൻ്റെ വംശത്തെ, പ്രപഞ്ചത്തിൽ നിന്നുള്ളതായിട്ടുള്ള തൻ്റെ വംശത്തെ അത് ഓരോ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്രമത്തിൽ അങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് വംശവർദ്ധന എന്നുള്ളതായിട്ടുള്ള നാമധേയം. അണുബൃഹത് കൃശസ്ഥൂലോ ഗുണഭൃത് നിർഗുണോ മഹാൻ അധൃത സ്വധൃത സ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന.